മറ്റൊരു വാർത്തയിലേക്ക് കാസർഗോഡ് തൃക്കരിപ്പൂർ കെ നായനാർ പോളിടെക്നിക് ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഭീമനടി സ്വദേശി അഭിജിത്ത് ഗംഗാധരനാണ് മരിച്ചത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്നും ചേരുന്നു. ജോസഫ്, പോളിടെക്നിക് ഹോസ്റ്റൽ മുറിയിലാണ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിന് പിന്നിൽ? എപ്പോഴായിരുന്നു സംഭവം? വൃന്ദ, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. നീലേശ്വരം ഭീമനടി സ്വദേശിയായിട്ടുള്ള അഭിജിത്ത് ഗംഗാധരൻ, ഇദ്ദേഹത്തിന് 19 വയസ്സാണ് പ്രായം. ഇയാളാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയത്. കാസർഗോഡ് തൃക്കരിപ്പൂരുള്ള കെ നായനാർ പോളിടെക്നിക് ഹോസ്റ്റലിലായിരുന്നു ഇത്തരത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇന്നലെ വൈകിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഹോസ്റ്റലിന് താഴെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ ലഭിക്കുകയും ഈ ഫോൺ കോൾ ലഭിച്ചതിനെ തുടർന്ന് ഇയാൾ അസ്വസ്ഥനാകുകയും ചെയ്തു എന്നാണ് കൂട്ടുകാരടക്കം പറയുന്നത്. പിന്നീട് രാവിലെ മുറി തുറക്കാൻ ശ്രമിക്കുമ്പോൾ മുറി പൂട്ടിയിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. തുറന്ന് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഫോണുകൾ കേന്ദ്രീകരിച്ച് ഈ കുട്ടിയെ അസ്വസ്ഥമാക്കിയത് എന്താണ് എന്നറിയാൻ ഫോണുകൾ കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. വൃന്ദ. ജോസഫ്, അതേപോലെ തന്നെ ബന്ധുക്കളുടെ പ്രതികരണം എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ എന്താണ് ഇത്തരത്തിൽ ഫോൺ കോൾ ലഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമെന്ന് പറയുന്നു. നിലവിൽ ബന്ധുക്കളുടെയോ ആരുടെയെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? വൃന്ദ, നിലവിൽ ബന്ധുക്കളുടെ ആരുടെയും തന്നെ പ്രതികരണം ലഭിച്ചിട്ടില്ല. എന്താണ് ഈ കുട്ടിയെ അസ്വസ്ഥമാക്കിയത്, ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഈ ഫോൺ സന്ദേശവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ ഉറപ്പിക്കാനാകൂ. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉടൻ തന്നെ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം കൈമാറുമെന്നാണ് ലഭിച്ചിട്ടുള്ള സൂചന. ഈ സുഹൃത്തുക്കൾ നൽകുന്ന മൊഴി പ്രകാരം ഇന്നലെ ഹോസ്റ്റലിന്റെ താഴെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കോള് ലഭിക്കുന്നതും തുടർന്ന് ഈ കുട്ടി അഭിജിത്ത് വളരെയധികം അസ്വസ്ഥനാവുകയും ചെയ്തത്. പിന്നീട് ഹോസ്റ്റലിൽ എല്ലാവരും തങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോയെങ്കിലും പിറ്റേ ദിവസം ആണ് ഈ സംഭവം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഈ ബന്ധുക്കളടക്കം ഇതിന്റെ ഒരു ഞെട്ടലിലാണുള്ളത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വൃന്ദ.